ഹലോ, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാണ്. എന്തിനാ എൻ്റെ വീട്ടിലെ ഡോഗ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടാൻ തോന്നുന്നു. ഞാൻ ഇതുവരെ എല്ലാവരും ഒരുമിച്ച് കാണിച്ചിട്ടില്ല. നമുക്കൊന്ന് കണ്ടാലോ? നമുക്ക് ആദ്യം കാണേണ്ട ആരെ? നമ്മുടെ ഈ 3 പേരും ഫീമെയിൽ ഡോഗ്സാണേ ഉള്ളത്. നമ്മുടെ ബ്ലാക്കി, ഇതാണ് എൻ്റെ ബ്ലാക്കി. ആദ്യത്തെ പുത്രിയാണ് എൻ്റെ. ചെല്ല കുടിക്കുകയാണ്. ഭയങ്കര ചെല്ലമാണ്, പറയാതിരിക്കാൻ വയ്യ. കുണ്ടണി എന്ന് പറഞ്ഞാൽ കുണ്ടണിയും ഉണ്ട്, അതുപോലെ ചെല്ലവും അനുസരണയും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. അഗ്രഷൻ ഉണ്ടെന്ന് വെച്ചാൽ അഗ്രഷൻ, പക്ഷേ ട്രെയിനിങ് ആണ്, ഫുൾ ട്രെയിനിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ട് വലിയ ശല്യമില്ല, നല്ല അനുസരണയുണ്ട്. മോൻ്റെ അടുത്തൊക്കെ ഭയങ്കര കാര്യമാണ്. കുഞ്ഞുനാൾ മുതലേ കൊണ്ടുപോയി വളർത്തിയതാണ്. ഒരു മോളെ പോലെയാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്നേഹമൊക്കെ നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവൾ എന്തായാലും കടിക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹമൊക്കെയാണ്. പക്ഷേ ഇവളും നമുക്ക് വേറെ ആളുണ്ട്, അവളെ നിങ്ങൾ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. അത് ഇവൾ ബ്രീഡ് എന്ന് പറയും, റോഡ് ബീഡറാണ്. അടുത്തുള്ളത് ലൂണ എന്ന് പറയും, അവൾ ഗോൾഡൻ റിട്രീവറാണ്. ഇവർ രണ്ടും ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. രണ്ട് നല്ല കൂട്ടാണ്, പക്ഷേ ഇടയ്ക്ക് രണ്ടും കൂടെ കടിപിടി കൂടും. അതെല്ലാ വീട്ടിലുള്ളതുപോലെയാണല്ലോ. ഇതാ കിടക്കുന്നുണ്ടാ. ഇവളാണ് കൃത്യ മൂല്യം എന്ന് പറയില്ലേ, അങ്ങോട്ട് പോയി വടി കൊടുത്ത് തടി വാങ്ങിക്കുന്ന സ്വഭാവമാണ്. ചുമ്മാ അവൾ കിടന്നാലും അങ്ങോട്ട് പോയി കിണ്ടി തടി വാങ്ങിക്കും. എന്നിട്ടൊറ്റ ഓട്ടമാണ്, ആ ഓർണ കാണും. ഭയങ്കര കുർത്തക്കേടാണ്. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ഡോഗാണ്. പക്ഷേ പാവമാണ്, പഞ്ചപാവമാണ്. പക്ഷേ ഗാർഡിങ് ഉണ്ടാകുന്ന വെച്ചാൽ ഗാർഡിങ് ഉണ്ട് കേട്ടോ. ഗോൾഡൻ റിട്രീവർ ഗാർഡിങ് ഉണ്ടാകുന്ന എല്ലാവർക്കും അറിഞ്ഞൂടായിരിക്കും. പക്ഷേ ഒരാൾ വീടിൻ്റെ അവിടെ വന്നാലും നല്ലപോലെ കുരയ്ക്കുന്നുണ്ട്. നല്ല നല്ല പാവമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെ, ഒരുപാട് ഇഷ്ടമാണ്. ഹെയർ ഉള്ളതുകൊണ്ട് ഇത്തിരി മെയിൻ്റെനൻസ് ഉണ്ട്, അങ്ങനെ കുഴപ്പമില്ല. പാവമാണ്, നമുക്ക് കൊഞ്ചി ഇരിക്കാൻ തോന്നുന്നു അവളെ കാണുമ്പോൾ തന്നെ. അവളും ബ്ലാക്കി നല്ല കൂട്ടാണ്. ഫുഡും എല്ലാം ഒരുമിച്ചൊക്കെ തന്നെ കൊടുക്കണം, അത് ഒരു പ്രശ്നമില്ല. ഇനി ഇവിടെ ഒരാളുണ്ട് കേട്ടോ, മൂന്നാമത്തെ ആൾ. അത് ഇത്തിരി പെശകാണേ, ആൾ വില്ലനാണേ. ഇതാണ് ഷാഡോ. അവൾക്കാണ് ഇപ്പം പപ്പീസ് ഉള്ളത്. പപ്പീസിനൊക്കെ കൊടുക്കാറായിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയുക കേട്ടോ. ഇതാണ് അവരുടെ മോളാണ്, വില്ലത്തിയാണ്. നോക്കിക്കൊണ്ട് നിൽക്കണേണ്ട, അമ്മയെ പോലെ തന്നെയാണ് മോള്. ഇനി ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് എന്താ ഒരു വിഷമമെന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഫോണ് പോയി ഗൈസ്. എങ്ങനെയെന്നറിയാമോ? എങ്ങനെയെന്നൊന്നും പറഞ്ഞുകൂടെ. ഇന്നലെ പെട്ടെന്ന് നോക്കിയപ്പോൾ കുറേ വരകൾ ഫോണിൽ കൂടെ വരുന്നുണ്ട്, വെട്ടൽ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫോണ് പോയി. പിന്നെ ഓണാവണമില്ല, അതിലൊരു പച്ച കളറുമായി. എൻ്റെ ഹൃദയം തകർന്നു പോയി ഗൈസ്. എന്താ പറയാൻ, വാങ്ങിച്ചിട്ട് 1.5 വർഷമായാലും. ഓപ്പോ റീനോ 10 ആണ്. ഒത്തിരി കാശൊക്കെ ആയ ഫോണാണ്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ പോയത്. അങ്ങനെ കണ്ടില്ലേ അതിൻ്റെ അവസ്ഥ. വേറെ ഒരു കുഴപ്പമില്ല, തറയിൽ അങ്ങനെ അധികം വീണിട്ടുമില്ല. എന്നാലും എൻ്റെ ഫോണ് പോയി, ഒരുപാട് വിഷമമുണ്ട്. ആശിച്ച് നോറ്റ് വാങ്ങിച്ച ഫോണാണ്. ഇതിലാണ് ഞാൻ എല്ലാ വീഡിയോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് അതിലുണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അതെൻ്റെ ഡോഗ്സിൻ്റെയും പപ്പീസിൻ്റെയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വെള്ളം കയറിയതാണ്, ഡിസ്പ്ലേ പോയി, ഇനി പുതിയ ഡിസ്പ്ലേ വെച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ ഇത്തിരി കാശാവുമെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ ഫോൺ ഏതെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ കുറച്ച് ദിവസത്തേക്ക് തന്നു ഫോണ്. ഇനി എത്ര ദിവസം കാണുമെന്നും അറിഞ്ഞൂടാ. അങ്ങനെ വീഡിയോസ് തുടർന്ന് ഇടാൻ പറ്റുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.